അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ദുആ ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ജഅലു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഇങ്ങനെ ഹദീസിന്റെ തുടക്കം. ഒരു ഖൗമ് എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബുകളാവുന്ന യഹൂദി നസാറാക്കൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിനമായ കോപമുണ്ട്. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഈ പൂർവികരാകുന്ന യഹൂദികളും നസാറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളിൽ പോയി സുജൂദ് ചെയ്യാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഖബറുമ്മൽ നിസ്കരിക്കലും ഖബറിനേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും ആവുന്ന ഖുബൂറിനെ മസാജിദാക്കുന്നതുണ്ട്. എന്നിട്ട് അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ ഖബറിൽ നിന്ന് മസാജിദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജൂദ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്റെ ഖബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്തു. ആ ദുആ മഖ്ബൂലാണ്. എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹു സ്വീകരിക്കും. പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയാൻ കിടക്കുന്ന അവസാന നിമിഷത്തിൽ ഖൽബിൽ തട്ടിക്കൊണ്ട് ചെയ്ത ദുആണ്, പടച്ചവനെ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ ഖബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂദ് ചെയ്തതുപോലെ എന്റെ ഖബറിനെ ആരാധനാലയമാക്കരുത് അല്ലാഹുവേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്ത ആ ദുആ മഖ്ബൂലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഖബറിന്മേൽ സുജൂദ് ചെയ്തതോ ആ ഖബറിന്റെ അടുത്ത് നിന്ന് അതിലേക്ക് അഭിമുഖമായി ഖിബിലയാക്കി സുജൂദ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ആയിഷ ബീവിന്റെ റൂമിന്റെ ഉള്ളിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബർ. ഒരു തുറന്നു കൊടുത്തെങ്കിലല്ലേ എന്റെ ഉള്ളിൽ കിടക്കാൻ കഴിയുള്ളൂ. ഒരാൾക്കും ആ ഖബറിന്മേൽ സുജൂദ് ചെയ്യാൻ കഴിയൂല, ഖബറിന്റെ തൊട്ടടുത്ത് സുജൂദ് ചെയ്യാൻ കഴിയൂല. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അമീറായിരുന്ന സമയത്ത്, വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരിക്കുന്ന സമയത്ത് പുനർനിർമ്മാണം നടത്തിയപ്പോൾ പഞ്ചകോണാകൃതിയിൽ ഇങ്ങനെ ഉണ്ടായി. പഴയകാലത്ത് അഞ്ചേസിന്റെ പഞ്ചകോണാകൃതിയിലാണ്. കാരണം എന്താ? അതിലേക്ക് പുറത്തുനിന്ന് കണ്ടെങ്കിലും അതിലേക്ക് ഖിബിലേക്ക് മുന്നോട്ട് പോലെ മുന്നിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലാതിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ ഒരിക്കലും പൂജിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. മറിച്ച് അവിടെ നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടകരുത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. ഇന്നത്തു സാലിഹീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവോടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണം.